നമസ്കാരം. ഖൈബർ പഖ്തൂൺഖ്വയിൽ പാകിസ്ഥാൻ വ്യോമസേന നടത്തിയ കൂട്ടക്കുരുതിയിൽ പ്രതികരിച്ച പാക് മനുഷ്യാവകാശ കമ്മീഷൻ. പാക് പ്രവിശ്യയായ ഖൈബർ പഖ്തൂൺഖ്വയിൽ ചിരാ താഴ്വരയിലുണ്ടായ വ്യോമാക്രമണത്തിൽ കുട്ടികളും സ്ത്രീകളും അടക്കം 30 പേരാണ് കൊല്ലപ്പെട്ടത്. മരണസംഖ്യ ഉയർന്നേക്കുമെന്നാണ് വിവരം. സ്ത്രീകളുടെയും കുട്ടികളുടെയും മരണത്തിന് ഉത്തരവാദികളായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതിനായി സ്വതന്ത്ര അന്വേഷണം വേണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടു. രാജ്യത്തെ പൗരന്മാർക്ക് ജീവിക്കാനുള്ള അവകാശത്തിന് അർഹതയുണ്ടെന്നും കുട്ടികൾ ഉൾപ്പെടെ നിരവധി സിവിലിയന്മാർ കൊല്ലപ്പെട്ടത് ഞെട്ടലുണ്ടാക്കുന്നതാണെന്നും പാക് മനുഷ്യാവകാശ കമ്മീഷൻ എക്സ് പോസ്റ്റിൽ പറഞ്ഞു. കുട്ടികളും സ്ത്രീകളും അടക്കം 30 പേരാണ് പാകിസ്ഥാൻ സ്വന്തം മണ്ണിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഖൈബർ പഖ്തൂൺഖ്വയിൽ ചിരാ താഴ്വരയിലെ തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയതെന്നാണ് പാക് വിശദീകരണം. ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ, ജമിയത്തുൽ ഉലമ എ ഇസ്ലാമി എന്നീ തീവ്രവാദ സംഘങ്ങൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഖൈബർ പഖ്തൂൺഖ്വയിലേക്ക് കേന്ദ്രങ്ങൾ മാറ്റിയിരുന്നു. എന്നാൽ TTP എന്നറിയപ്പെടുന്ന തെഹ്രികെ താലിബാൻ പാകിസ്ഥാനെ ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് ദിവസങ്ങൾക്കുള്ളിൽ ഭീകരാക്രമണത്തിൽ ഖൈബർ പഖ്തൂൺഖ്വയിൽ 4 സൈനികർ കൊല്ലപ്പെട്ടിരുന്നു. 2021 അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം വന്നതിന് ശേഷമാണ് ഖൈബർ പഖ്തൂൺഖ്വ മേഖലയിൽ TTP വീണ്ടും ശക്തി പ്രാപിക്കുന്നത്. സെപ്റ്റംബർ 13 സൈന്യവും TTPയുമായി ഏറ്റുമുട്ടൽ നടന്നിരുന്നു. ഇതിന്റെ തുടർച്ചയാണോ നിലവിലെ ആക്രമണമെന്ന് വ്യക്തമാകേണ്ടതുണ്ട്. കൂട്ടക്കൊല ഖൈബർ പഖ്തൂൺഖ്വയിൽ വൻ പ്രതിഷേധത്തിന് വഴിവെച്ചിട്ടുണ്ട്. സമീപകാലത്തായി ഇവിടെ ഭീകരാക്രമണങ്ങളും പെരുകിയിരിക്കുകയാണ്. ഇതിനിടെയാണ് സർക്കാർ വക ബോംബ് വർഷം. കഴിഞ്ഞ ആഴ്ച പ്രവിശ്യയിലെ സ്വാത് താഴ്വരയിലെ മിങ്കോറ നഗരത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ആയിരങ്ങൾ പങ്കെടുത്ത വൻ പ്രതിഷേധ പ്രകടനമുണ്ടായിരുന്നു. ഡ്രോൺ ആക്രമണങ്ങളും ബോംബാക്രമണങ്ങളും ജനങ്ങളുടെ മനസ്സിൽ വലിയ വിദ്വേഷത്തിന്റെ വിത്തുകളാണ് പാകിയിരിക്കുന്നതെന്ന് പാകിസ്ഥാനിലെ മുഖ്യ പ്രതിപക്ഷ കക്ഷി തെഹ്രിക് ഇൻസാഫ് വിമർശിച്ചിരുന്നു. അഫ്ഗാനിസ്ഥാനുമായി രാജ്യാന്തര അതിർത്തി പങ്കിടുന്ന പ്രവിശ്യയിലെ ഭീകരവിരുദ്ധ നടപടികളുടെയും ഇന്റലിജൻസിന്റെയും നിലവാരത്തെക്കുറിച്ചും സംഭവങ്ങൾ ചോദ്യമുയർത്തിയിരിക്കുകയാണ്. സാധാരണക്കാരെ മറയാക്കി ഭീകരർ പ്രവിശ്യയിൽ തമ്പടിച്ചിരിക്കുകയാണെന്ന് ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ബോംബാക്രമണമെന്ന് പാക് സേന അവകാശപ്പെട്ടു. എന്നാൽ സംഗതി കയ്യിൽ നിന്ന് പോയി എന്ന അവസ്ഥയാണ് നിലവിൽ മനസ്സിലാക്കേണ്ടത്. സാധാരണക്കാരുടെ മരണസംഖ്യയാണ് ഇതിന് തെളിവായുള്ളത്. ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാൻ കഴിയാത്ത ഷഹബാസ് ഷെരീഫ് സർക്കാരിന്റെ കഴിവുകേടിനെതിരെ രൂക്ഷ വിമർശനം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. കഴിഞ്ഞ മാർച്ചിൽ ഖൈബർ പ്രവിശ്യയിലെ കട്ലാങ് പ്രദേശത്ത് തീവ്രവാദ വിരുദ്ധ പോരാട്ടത്തിൽ 10 സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത്. അപ്പോഴും ഭീകരർ സാധാരണക്കാരെ മറയാക്കുന്നു എന്ന ന്യായവാദമാണ് സർക്കാർ പറഞ്ഞത്. വിദൂര മലമ്പ്രദേശമായ ഖൈബർ പഖ്തൂൺഖ്വയിൽ ഭീകര സാന്നിധ്യം പാകിസ്ഥാനിലെ സർക്കാരുകളുടെ ദീർഘനാളായുള്ള തലവേദനയാണ്. ഈ മേഖലയുടെ നിയന്ത്രണം വരുതിയിലാക്കാനാണ് ശ്രമം. അഫ്ഗാനിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തെഹ്രിക് താലിബാന്റെ ബോംബ് നിർമ്മാണ കേന്ദ്രമാണ് പാക് സേന ലക്ഷ്യമിട്ടതെന്നും പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.